ഇച്ചിരി ജവ്വരി ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകി കുതിർത്താൻ വെക്കുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കനും ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അമ്മ ഇന്ന് രാവിലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ കയറി. എൻ്റെ കൂട്ടുകാരി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവൾക്ക് ഉപ്പേരി വറുത്ത് കൊടുക്കണമെന്ന് തോന്നി. അമ്മ ഇനിയും ചോറും കറിയും വെക്കാൻ കിട്ടത്തില്ല, അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി നെയ്ച്ചോറും ചിക്കനും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട്. അതുകൊണ്ട് ഇന്ന് നെയ്ച്ചോറും ചിക്കനും ഒരു സ്വീറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരിക്കുള്ളത് തകൃതിയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നെയ്ച്ചോറിനും ചിക്കനും ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഉള്ളി, തക്കാളി, മല്ലി, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഹോൾ സ്പൈസസ്, അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാലും വെച്ചിട്ടുണ്ട്, ജവ്വരിയിൽ 2-3 ബീറ്റ്റൂട്ട് കഷ്ണവും കൂടെ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്തു. ഇനി അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത് അതും ചേർത്ത്, ഉപ്പും ചേർത്ത്, തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും വെക്കുന്ന പോലെ സാധാരണ രീതിയിലാണ് വെക്കുന്നത്. ഇന്ന് ഞാൻ ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല, ഇച്ചിരി റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കനും ചേർത്ത് 1 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്, ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വേകാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ നല്ലപോലെ വെന്തതിന് ശേഷം വെള്ളം പറ്റിച്ച് നല്ല വരട്ടിയെടുക്കുമ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാനിലേക്ക് ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഹോൾ സ്പൈസസ് ചേർത്ത്, ശകലം സവാള, 3-4 പച്ചമുളക്, ശകലം കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, തക്കാളി ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് കഴുകി കുതിർത്താൻ വെച്ചേക്കുന്ന അരിയൂടെ ചേർക്കുന്നുണ്ട്. ഇത് 4 ഗ്ലാസ് ബാസ്മതി റൈസ് ഉണ്ട്, അതിന് 8 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. ഞാനിന്ന് 4 ഗ്ലാസ് തേങ്ങാപ്പാൽ 2-ാം പാൽ ചേർക്കുന്നുണ്ട്, 4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. നല്ല ചൂട് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം അരി ഒരേ ലെവലായതിന് ശേഷം നമ്മൾ ദമ്മിൽ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും സ്റ്റൗ ഓഫ് ചെയ്ത് 10 മിനിറ്റും വെക്കുക. സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നെയ്യിലേക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്ത് കോരിയതിന് ശേഷം അതേ നെയ്യിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ജവ്വരിയുടെ ചേർത്ത് ഇളക്കി. 2-ാം പാലിൽ ഞാൻ ശകലം ബീറ്റ്റൂട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ചാറ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. കുതിർത്ത ജവ്വരി ആയതും കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു പഞ്ചസാരയും ഏലക്കായും ചേർത്ത് നല്ല വെന്ത് ജവ്വരിക്കകത്ത് നമ്മൾ 1-ാം പാലായ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കിയെടുത്ത് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് റെസിപ്പി റെഡിയായി. പായസമാണെങ്കിൽ പായസം എന്ന് പറയാം, അല്ലെങ്കിൽ സ്വീറ്റ് എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം, നമ്മളുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇന്ന് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച ഗീ റൈസും ചിക്കൻ റോസ്റ്റും സ്വീറ്റുമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ നേരം കൊണ്ട് അമ്മ ഉപ്പേരിയെല്ലാം വറുത്ത് കോരിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറും നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റും ടാപ്പിയോക്ക പേൾസ്, പിങ്കി ടാപ്പിയോക്ക പേൾസ് പായസവും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.